അടങ്ങി നിന്നേ. കണ്ണാ, സമയം ഒരുപാടായി, കളിച്ചോണ്ട് നിക്കല്ലേ. ഇല്ലെങ്കിൽ നീ ഇന്നലത്തെ കണക്ക് ടീച്ചറിന്റെ കയ്യിൽ നിന്ന് അടിയും മേടിച്ചോണ്ട് വരും. ലച്ചു, മോന്റെ ഐഡി എവിടെ? അവന്റെ ബാഗിലൊന്ന് നോക്ക് ചേട്ടാ. ലച്ചു, ഒന്ന് വേഗം ആവട്ടെ. എത്തി പ്രണവേട്ടാ. അച്ഛാ, ഞങ്ങൾ ഇറങ്ങുക. ഗുളികയെല്ലാം ടേബിളിന്റെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കണേ. അതെ ചേട്ടാ, ഇൻഹേൽ എടുക്കാൻ മറന്നുപോയി. ആ ബെസ്റ്റ്. നീ അത് എവിടെയാ വെച്ചേ? ആ മേശപ്പത്തിരിപ്പുണ്ട്. ഞാൻ എടുത്തോണ്ട് വരാം. ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യകത കണക്കിലെടുത്താണ് വീണ്ടും ഇത് പറയുന്നത്. പ്രാഥമിക ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്? പനി, ക്ഷീണം, ചുമ, ഇതായിരിക്കും പ്രാഥമിക ലക്ഷണങ്ങൾ. റൈറ്റ്. ഇനി ഇതിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് വേദനയുണ്ടാകാം. ഹലോ, ഡ്യൂട്ടി കഴിഞ്ഞോ? ഇല്ല ചേട്ടാ, ഇപ്പൊ ബ്രേക്കാണ്. കണ്ണൻ എവിടാ? അവന് ഞാനില്ലാത്തോണ്ട് പാടായിരിക്കും അല്ലേ? സഹാരമില്ലടി, ഇനി 4 ദിവസം കൂടി കഴിഞ്ഞില്ലേ? എന്താടി ചുമക്കുന്നേ? നിനക്ക് വയ്യേ? ഒന്നുമില്ല ചേട്ടാ, ചെറിയൊരു ചുമയും ജലദോഷവും. മോളെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണേ. ഞാൻ കാണിച്ചോളാം ചേട്ടാ. 4 ദിവസം കഴിഞ്ഞാൽ ഞാനങ്ങ് വരില്ലേ ചേട്ടാ? ഞാൻ നല്ല ടയേർഡാണ്, ഒന്ന് കിടക്കട്ടെ, പിന്നെ വിളിക്കാം. ശരി. സംസ്ഥാനത്ത് 794 പേർക്ക് കൂടി കോവിഡ്. പാലക്കാട് 93 പേരുൾപ്പെടെ 245 പേർ സുഖം പ്രാപിച്ചത് ആശ്വാസക്കണക്കാണ്. 7611 പേരാണ് ഇപ്പോൾ കോവിഡ് ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് ഇന്ന് 519 പേർക്ക് സമ്പർക്കം വഴി കോവിഡ്. തിരുവനന്തപുരത്ത് 170, കൊല്ലത്ത് 70 സമ്പർക്ക രോഗികളുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 15 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ് ബാധ. ഇതിൽ 4 പേരും തിരുവനന്തപുരം ജില്ലയിലാണ്. 2 BSF ജവാന്മാർക്കും 4 KSC ജീവനക്കാർക്കും രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് 21 ദിവസത്തിനിടെ ഡോക്ടർമാരടക്കം 123 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ 36 ആരോഗ്യ പ്രവർത്തകർ രോഗബാധിതരായി. മെഡിക്കൽ കോളേജിലെ 7 ഡോക്ടർമാരുൾപ്പെടെ 18 പേർക്ക് കോവിഡ് ബാധിച്ചു. ആശങ്കയകറ്റാൻ മറ്റന്നാൾ സർക്കാർ വിപുലമായ യോഗം വിളിച്ചു. ഹലോ,
നമ്മുടെ ആയുസ്സും ആരോഗ്യവും കവർന്നെടുക്കുന്നു. ആ മഹാമാരി പുറം കണ്ണിന്റെ കാഴ്ചകളിലെത്താതെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന ഭീകരൻ 1 10,000, 10 100,000, 100 1000,000, 1000 ലക്ഷമായും മനുഷ്യജീവന്റെ അവസാന തുടിപ്പും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് സംരക്ഷണ വലയം തീർക്കാൻ ആരോഗ്യ പ്രവർത്തകരും പോലീസും സന്നദ്ധ സംഘടനകളും കഠിന പ്രയത്നം ചെയ്യുമ്പോൾ അവർക്കൊപ്പം നമുക്കും ചേരാം, പ്രതിരോധിക്കാം, അതിജീവിക്കാം ഈ മഹാമാരി.